PSC പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്ന ആ ഒരു റാങ്കിലേക്ക് എത്താൻ PSC കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ഒരാളുടെയെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSC കണ്ടിന്യൂ ചെയ്ത് പോകാനും PSC ജോലി നേടാനും സപ്പോർട്ട്, അതായത് ആരെങ്കിലുടെയും ഒരാളുടെയെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ടും അല്ലാതെ വീഡിയോ ആയിട്ടും. അതായത് ഞാനിപ്പോൾ നിലവിൽ 3-4 റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീരെ മാർക്ക് കുറഞ്ഞ ഒരാളായിരുന്നു. തുടക്കത്തിൽ വലിയ മാർക്ക് ഉള്ള ആളായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾ ഇതിന് പുറകെ പഠിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് ഈ ലിസ്റ്റുകളിലേക്ക് ഇടം നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റാണ്. ഓക്കെ, ആരെയും പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്തുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം PSC പഠിക്കുന്നത് നമ്മളിപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ, ചിലപ്പോൾ ആ വീട്ടിൽ PSC പഠിക്കുന്നതിനോട് ചിലപ്പോൾ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അതായത് അവിടെയുള്ള അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ എന്തായിരിക്കും അതിന് സപ്പോർട്ട് ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ പഠിക്കാനും തീരെ സപ്പോർട്ട് ഇല്ലാത്ത ഫാമിലികൾ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. നമ്മൾ കല്യാണം കഴിയുന്നതിന് മുന്നേ ആയിരിക്കും ചിലപ്പോൾ സപ്പോർട്ട് ഇല്ലാത്തത്. ചിലർക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും സപ്പോർട്ട് ഇല്ലാത്തത്. ആൺകുട്ടികളുടെ കാര്യം വ്യത്യസ്തമൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു ജോലി ഇല്ലെങ്കിൽ ഒരു വിലയുണ്ടാവില്ല സമൂഹത്തിൽ. അത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ഒരു ജോലി ഇല്ലെങ്കിൽ വിലയുണ്ടാവില്ല. അത് PSC ജോലി തന്നെ ആവണം എന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ജോലി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാരും വില വെക്കില്ല. അത് സത്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ PSC പഠനത്തിൽ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അതായത് എൻ്റെ കാര്യത്തിൽ എത്രത്തോളം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സംഭവിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ വീട്ടിലും സംഭവിക്കുന്നത്. വ്യത്യസ്തമൊന്നുമല്ല. എല്ലാവരെയും, അതായത് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലും നടന്നിട്ടുള്ളത്. അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് അതായത് പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിയും പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞത്. അതിന് മുന്നേ, അതായത് കല്യാണം കഴിയുന്നതിന് മുന്നേ ഞാൻ PSC പഠിച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കറിയാം, സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല സപ്പോർട്ടായിരിക്കും. നമുക്കിപ്പോൾ എവിടെയെങ്കിലും എക്സാം എഴുതാൻ പോകാനായിക്കോട്ടെ, ഫീസ് അടയ്ക്കാൻ, പഠിപ്പിക്കാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ബുക്സ് വാങ്ങാനൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. അത് അച്ഛൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അമ്മേൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അതായത് സ്വന്തം വീട്ടിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴും സപ്പോർട്ടല്ല എന്നല്ല പറയുന്നത്, സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വീട് നമ്മൾ മൊത്തത്തിൽ മാറും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിചാരിച്ച രീതിയിൽ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പലരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പം അമ്മായിമ്മയോ അമ്മാവനൊക്കെ എന്തായിരിക്കും PSCനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പം ഭർത്താവിൻ്റെ കൂടെയുള്ള ആൾക്കാർ, ചിലപ്പം ഏട്ടനോ ഏട്ടത്തിയോ അങ്ങനെ അനിയനോ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് പോകുന്ന നമുക്ക്, അതായത് പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രഷർ ഉണ്ടാവും. അതുപോലെ എന്താ പറയുക, നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിലും പഠിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ഫാമിലിയിലേക്കാണ് നമ്മൾ പോയത് എന്നുണ്ടെങ്കിൽ, നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, അവൾ വെറുതെ ഇരുന്ന് സമയം കളയാണ്, പിന്നെ അതുപോലെ തന്നെ പണിയെടുക്കാൻ മടിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, കുത്തുവാക്കുകൾ നിറയെ കേൾക്കാൻ പറ്റും. ഓക്കെ, അത് എൻ്റെ ഫാമിലിയിൽ നിന്നല്ല, എല്ലാ ഫാമിലിയിലും, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PSC ജോലി കിട്ടുന്നത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ഒരു 27-30, ഒരു 30-35 ആ ഒരു റേഞ്ചിൽ വയസ്സുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത്. അതിന് മുന്നേയും കിട്ടുന്ന ആൾക്കാരുണ്ട്. എങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഏജിലാണ് എല്ലാവർക്കും ഏകദേശം ജോലി കിട്ടുന്നത്, ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അതിന് മുന്നേയും ജോലി കിട്ടുന്നവരുണ്ട്, അതിന് ശേഷവും ഉണ്ട്. ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം പ്രാധാന്യമായിട്ട് നമ്മൾ PSC നോക്കില്ല. അതായത് നമുക്കിപ്പോൾ അതായത് സേഫ് സോണിലാണെങ്കിൽ നമ്മളത് നോക്കില്ല. അപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
പറയുന്ന കാര്യങ്ങളോ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയത്ത് നമുക്ക് ചെയ്ത് കിട്ടും, കറക്റ്റ് സമയത്ത് പൈസ കിട്ടും, കറക്റ്റ് സമയത്ത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു വേറൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിലോ മറ്റൊക്കെ ആണെങ്കിലും, അതായത് കല്യാണം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രത്തോളം സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല. പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല സപ്പോർട്ടുള്ള ഫാമിലിയിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. അപ്പം ഞാൻ ബേസിക്കായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ അവിടെ സപ്പോർട്ടിൻ്റെ കാര്യം ഒന്നുമില്ല. നമുക്കിപ്പോൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും ഉണ്ടാവും. അതായത് പഠിക്കാതിരിക്കാൻ നമുക്കിപ്പോൾ ചിലപ്പോൾ സമയമില്ലാന്നോ അല്ലെങ്കിൽ വീട്ടിലെ പണികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ തീരെ സപ്പോർട്ടില്ല, പഠിക്കുമ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കളിയാക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ കണ്ടുപിടിക്കാം, ശരിയല്ലേ? പക്ഷെ പഠിക്കണമെങ്കിൽ ഒറ്റ ഒരു കാരണം മതി. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ കുത്തുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം തനിയെ മാറും എന്നുള്ള ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളത് പഠിച്ച് നേടിയിരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, പ്രതിസന്ധികൾ ധാരാളം വരും. നമ്മളെ സ്വന്തം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മുന്നേയും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ PSC കോച്ചിങ്ങിനൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷവും പോയിട്ടുണ്ട്. കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വന്തം പൈസ കൊണ്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെ അത് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിനുശേഷം ഓരോ ക്ലാസ്സുകൾ ഇട്ട് തുടങ്ങി പഠിപ്പിച്ചിട്ടാണ് ഞാൻ PSC ശരിക്കും പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റുകളിലേക്കൊക്കെ ഇടം നേടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് കോഴ്സുകൾ വാങ്ങാനും ബുക്ക് വാങ്ങാനും മറ്റൊക്കെ പൂർണ്ണമായിട്ടും ആരെയും ആശ്രയിച്ചിട്ടില്ല, സ്വന്തം പൈസ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PSC പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു മെയിനായിട്ടുള്ള പോയിന്റാണ്. എന്തൊക്കെ പറഞ്ഞാലും പൈസ കയ്യിലില്ലാതെ നമുക്ക് PSC മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും പൈസ നമ്മളെ കയ്യിൽ വേണം. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള പൈസ, പിന്നെ അതുപോലെ തന്നെ ബസ് ചാർജിനുള്ള പൈസ, ഇതിനൊക്കെ നമുക്ക് വേണം. പിന്നെ എന്തെങ്കിലും കോഴ്സ് വാങ്ങാനോ അതുപോലെ തന്നെ നോട്ട്, പെന്ന്, ഇതൊക്കെ വാങ്ങാനും പൈസ വേണം. അപ്പം അതിന് നിങ്ങൾ പൂർണ്ണമായിട്ടും വീട്ടുകാരെ ആശ്രയിക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം തന്നെ നമുക്ക് പകുതി മുക്കാലും ആശ്വാസം കിട്ടും. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും, അതായത് ഇത്രയും അധികം പൈസ കൊടുത്തിട്ട് അത് കൊണ്ടുപോയി കളയുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ബുദ്ധിമുട്ടിയിട്ട് തരുന്ന പൈസ ആയിരിക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ വെറുതെ ഇരുന്ന് കളയാണ് എന്നുള്ള ചിന്തയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് കുറച്ചെങ്കിലും പൈസ ഉണ്ടാക്കുക. വലിയ പൈസ ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും, പിന്നെ അതുപോലെ തന്നെ സമയം വ്യത്യസ്തമായിരിക്കും. എങ്കിലും കുറച്ചെങ്കിലും പൈസ, അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ റീചാർജ് ചെയ്യാനുള്ള പൈസയെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് PSC പഠിച്ചിട്ട്, അതായത് PSC പഠനം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ സപ്പോർട്ടില്ല, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തീരെ സമയം ഉണ്ടാവില്ല. സത്യം തന്നെയാണ്. അവരെ നോക്കലും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ആണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മാക്സിമം ഒരു ചിന്ത, അതായത് മനസ്സിലേക്ക് അത്രത്തോളം ആഗ്രഹം വരികയാണെങ്കിൽ, അതായത് എനിക്ക് ആ ജോലി കിട്ടിയേ പറ്റൂ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും എത്രയൊക്കെ പണിയുണ്ടെങ്കിലും ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് എത്തിക്കിട്ടാൻ മാത്രമേ പാടുള്ളൂ. പിന്നെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയൊക്കെ സമയമില്ലെങ്കിലും അതുപോലെ എത്രയൊക്കെ കഷ്ടപ്പാടാണെങ്കിൽ, എത്രയൊക്കെ നിങ്ങളെ ചുറ്റുമുള്ളവർ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും, തീവ്രമായിട്ട് ശ്രമിക്കും, നേടും, അത് ഉറപ്പാണ്. ഓക്കെ, അതിനോട് പൂർണ്ണമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതായത് ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്കത് നേടാൻ പറ്റില്ല എന്ന് പറയുന്നത് അബദ്ധമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളത് എക്സ്ക്യൂസ് കണ്ടെത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ചിലപ്പം എക്സാമിന് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ തരാൻ ആളുണ്ടാവില്ല, ചിലപ്പോൾ
അതായത് നിങ്ങളുടെ പോകുന്ന വീട്ടിൽ മറ്റുള്ളവർക്ക് ജോലി ഉണ്ടെങ്കിൽ അതായത് സിബ്ലിങ്സിന് ജോലി ഉണ്ടെങ്കിൽ അവർ കുത്തുവാക്കുകൾ പറയുന്നുണ്ടാവും. അതായത് നീ എത്രത്തോളം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് ജോലിയുണ്ട്. അതായത് ഒരു ജോലിയുള്ള വീട്ടിലേക്ക് ജോലി ഇല്ലാത്ത ഒരാൾ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഓരോരുത്തർക്കും അറിയാം. അതായത് നമുക്ക് ആ ജോലി ഇല്ലാത്തതിൻ്റെ ആ ഒരു അവഗണന തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. പിന്നെ അതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ കുറേയൊക്കെ കേൾക്കേണ്ടി വരുന്നത് നമുക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മടിയുള്ളത് കൊണ്ട് നമ്മളത് മാറ്റി വെച്ചിട്ട് പഠിക്കാനിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുത്തുവാക്കുകൾ കേൾക്കാം. പിന്നെ മാക്സിമം നിങ്ങൾ പബ്ലിക്കായിട്ടുള്ള പരിപാടികൾക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം മറ്റുള്ളവരോട് പറയാതിരിക്കാൻ ശ്രമിക്കുക. PSC പഠിക്കുന്നുണ്ട് എന്നുള്ളത് പുറത്ത് അറിയിക്കാതിരിക്കുക. ഓക്കെ. പ്രത്യേകിച്ചും ഈ അമ്മമാരൊക്കെ ആണെങ്കിൽ മാക്സിമം അത് പുറത്തറിയിക്കാതെ വെക്കുക. ഓക്കെ. നിങ്ങളുടെ മനസ്സിൽ മാത്രം വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ മാത്രം വെക്കുക. പുറത്തേക്ക് വിടരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെഗറ്റീവ്സ് കൂടുതൽ കേൾക്കുമ്പോൾ നമ്മളത് തളർന്നു പോകാനേ സാധ്യതയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കാലമായി പഠിക്കുന്നത്, എന്ത് കോഴ്സാണ് പഠിക്കുന്നത്, ഏതിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്, എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നോ, എത്ര എക്സാം എഴുതി, ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സ് തട്ടും. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ PSC പഠിക്കുന്ന കാര്യമോ ലിസ്റ്റിൽ ഉള്ള കാര്യമോ ഒന്നും തന്നെ പുറത്ത് പറയരുത്. മാക്സിമം നിങ്ങൾ പബ്ലിക്കായിട്ടുള്ള പരിപാടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അതായത് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജോലി അല്ലെങ്കിൽ ഒരു നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോടുള്ള സമീപനം തീർച്ചയായിട്ടും കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ അവർ ശ്രദ്ധിക്കും. ഓക്കെ. അതാണ് പറയാനുള്ളത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, അതായത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സെയിം തന്നെയാണ്. കുറച്ചൊക്കെ എക്സ്ക്യൂസസ് പെൺകുട്ടികൾക്ക് ഉണ്ടാവും, ആൺകുട്ടികൾക്ക് അത്രത്തോളം എക്സ്ക്യൂസസ് കണ്ടെത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടിക്ക് ഇപ്പം പെൺകുട്ടിക്ക് കുറച്ചെങ്കിലൊക്കെ അങ്ങനെ, അതായത് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഫാമിലിയിലാണ് പോയത് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. പക്ഷെ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്കൊരു സ്ഥിരമായിട്ടുള്ള വരുമാനം എപ്പോഴും വേണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹം. ഓക്കെ. അപ്പോൾ അതിൽ ആൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ PSCയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പാടാണ്. സൈഡായിട്ട് എന്തെങ്കിലും ജോലി എടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഈ PSCയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വീട്ടിലുള്ള സപ്പോർട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റാത്ത, അതായത് കൊണ്ടുപോകുന്നില്ല എന്നുള്ള ആ ഒരു പരാതി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒറ്റയ്ക്ക് പോയി പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ എല്ലാപ്പോഴും നമുക്കിപ്പോൾ ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊരു ജോലി വാങ്ങി നോക്കുക, അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് വാങ്ങി നോക്കുക. അപ്പോൾ തനിയെ, അതായത് എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളോട് ചോദിക്കും, ചെയ്തു തരണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് PSC നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേടാം. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ടായാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവരും ഫേസ് ചെയ്യുന്ന അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഞാനും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. അതായത് നമുക്കൊരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എങ്ങനെ പോയാലും ഇനിയിപ്പം എന്താ വെച്ചാൽ മോനിപ്പോൾ 2 വയസ്സായി. അപ്പോൾ അവനൊരു കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കത് നല്ല ബുദ്ധിമുട്ടാണ്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ പഠിച്ചതിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റി. അപ്പോൾ അതിൽ അഡ്വൈസ് ആവാറായി. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചെങ്കിലും മോന് കുറച്ച് വയസ്സ്, അതായത് കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും ജോലി വേണം എന്നുള്ളത് എൻ്റെ ഒരു തീവ്രമായ ആഗ്രഹമാണ്. ആഗ്രഹം എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അവിടെ വന്ന ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഒരു വിലയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാൻ ആളില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ആരും ഒരു അംഗീകാരമോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നും തന്നെ തരില്ല. അതുകൊണ്ട് നമ്മളൊരു ജോലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അതായത് ഇപ്പം എവിടെയെങ്കിലും എക്സാമൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയുന്നതല്ല,
എവിടെ പോയാലും ഒറ്റയ്ക്ക് പോയാലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. അത് എത്ര ദൂരെയാണെങ്കിലും സ്വന്തമായിട്ട് പോയി എക്സാം എഴുതാനോ മറ്റുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിക്കോട്ടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സക്സസിന് പിറകിൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. സങ്കടങ്ങൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക, അത് ഒഴിവാക്കുക. അതായത് നിങ്ങൾ മനസ്സിൽ നിന്ന് വിടുക. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോവുക. അതിൽ കുറേയധികം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. എന്നാലും ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തവരോ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആൾക്കാരോ തീർച്ചയായിട്ടും തിരിച്ചു വരും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.